ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ജടായുഗതി. ശ്രീരാമദേവൻ ഏവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണ് ആകുലം മടവിയിൽ. ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോട് അരുളി ചെയ്തു രാമൻ, ഭിന്നമായോരു രഥം കാൺകെടോ കുമാരാ നീ. തന്വങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോടു പോർ ചെയ്തിടിനാൻ. അന്നേരം മഴിഞ്ഞതേർക്കോപ്പ് ഇതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്ന് ആരോ ഭക്ഷിച്ചാരോ. ശ്രീരാമന്നേവം പറഞ്ഞ് ഇത്തിരി നടക്കുമ്പോൾ ഘോരമായി ഒരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായോരു യാതുദാനൻ ഈ കിടക്കുന്നത്. അത്ര നീ കണ്ടിലയോ കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ. ബാണങ്ങളും വില്ലും ഇങ്ങ് ആശു തന്നീട് എന്നതു കേട്ട നേരം വിത്രസ്തഹൃദയനായി പക്ഷിരാജനം ചൊന്നാൻ. വധ്യനല്ല അഹം തവ ഭക്തനായോരു ദാസൻ. മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്ന നേരം അറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്ത് അവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൾ ചന്ദ്രഹാസം കൊണ്ടവൻ. ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ട് ഒഴിഞ്ഞു മര്യാദ എന്ന് ഇന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണം എന്നെ കൃപയ, തൃക്കൺ പാർക്കേണം എന്നെ കൃപയാ കൃപാനിധേ. തൃക്കഴലിന നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാലവനുടൽ. ദുഃഖാശ്രുപ്ലൂതനയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലു, അഹോ മമ വല്ലഭ വൃത്താന്തം നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൾ ജടായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാൻ എന്നറിഞ്ഞാലും ചൊല്ലുവാൻ ഇല്ല ശക്തി മരണപീഡയാലേ. നല്ലതു വരും അതിനായനുഗ്രഹിക്കേണം. നിന്തിരുപടി തന്നെ കണ്ടുകൊണ്ടിരിക്കേ ബന്ധമറ്റീടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാ പാത്രമാകയാൽ അകം പുണ്യപുരുഷാ പുരുഷോത്തമാദയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപീ. സന്തതം അന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളം അഭിരാമം അന്ത്യകാലത്തിങ്കൽ
ഈ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേ ഞാൻ എന്നു നൂനം ബന്ധുഭാവേന ദാസനാകിയോരു അടിയനെ ബന്ധൂക സുമസമതൃക്കര തലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടുണരേണം എന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൽ മന്ദം മന്ദം പൂർണ്ണാത്മാനന്ദം വന്നീടും വണ്ണം അന്നേരം പ്രാണങ്ങളെ തജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യപരവശാൽ അർണോജനേത്രൻ പിതൃ മിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തു ഉത്സംഗസീമനി ചേർത്തിട്ട് ഉത്തരകാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൽ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം വന്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണൻ അതു കേട്ടു ചിതയും തീർത്തിയിടിനാൾ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്ഥാനവും കഴിച്ച് ഉദകക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യാമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരം അരുൾ ചെയ്തു അന്നേരം വിമാനമാരുഹ്യ ബാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടോരു ജടായുവും ശങ്കാരിഗതാ പത്മമകുടപീതാംബരാദ്യാങ്കിതരൂപം പൂണ്ട് വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു തന്നതഗാത്രത്തോടും ഉയരേ കൂപ്പിത്തൊഴുത് ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.